ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അധികം ആർക്കും അറിയത്തില്ലാത്ത ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സെറ്റിങ്സിനെ പറ്റിയാണ്. നമ്മുടെ മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെയാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത്. നമ്മുടെ മീറ്ററിനകത്ത് റൈറ്റ് സൈഡിലെ ഒരു നോബ് കണ്ടു. ഈ നോബിൽ നമ്മൾ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേന് ഇതുപോലൊരു സെറ്റിങ്സ് വരും. അതുപോലെ ക്ലോക്ക്, ഡോറ്, അതുപോലെ കുറേ സെറ്റിങ്സ് നമുക്ക് അതിനകത്തുണ്ട്. അതിൽ നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക വെച്ചാൽ ആ നോബെ നമ്മൾ പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡിലെ നോബിൽ അതിലിങ്ങനെ L2 എന്ന് കാണിക്കും. പൊതുവേ എല്ലാ വണ്ടികൾക്കും L2 ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ L2 സെറ്റിങ്സ് വരുമ്പോഴത്തേനും ഇതുപോലെ നമ്മൾ ഇൻഡിക്കേറ്ററെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് താഴോട്ട് ടാപ്പ് ചെയ്യുമ്പോൾ അതിന് ഇൻഡിക്കേറ്റർ പോലെ ഓട്ടോമാറ്റിക്കലി 3 തവണ ബ്ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ ആ നോബേ തന്നെ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോഴത്തേനും SL1, SL2 എന്ന് പറഞ്ഞ സെറ്റിങ്സ് കിട്ടും. അത് നമ്മൾ SL2 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ഇൻഡിക്കേറ്റർ നമ്മൾ ഒരു തവണ ടാപ്പ് ചെയ്താൽ ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്ന പോലെ വരുള്ളൂ. നമ്മൾ മുമ്പത്തെ പോലെ തന്നെ 3 തവണ ബ്ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചില ആൾക്കാരുടെ വണ്ടിയിൽ ഇങ്ങനെയായിരിക്കും ഇത് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെറ്റിങ്സ് എടുത്ത് പഴയ രീതിക്ക് തന്നെ നമ്മൾ SL1 നമ്മൾ സെലക്ട് ചെയ്ത് സക്സസ് ആക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി 3 തവണ ബ്ലിങ്ക് ചെയ്യും.